പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. സാമുവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 18-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ 8-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേലിലെ സ്ത്രീകൾ തപ്പും താളവുമായി വന്ന് ദാവീദ് 10,000-ങ്ങളെ കൊന്നുവെന്നും സാവൂൾ 1,000-ങ്ങളെ കൊന്നുവെന്നും അവർ പ്രഘോഷിക്കുമ്പോൾ സാവൂൾ രാജാവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടക്കേടിൻ്റെ പരിണതഫലമായിട്ട് സാവൂൾ പറയുന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാവൂളിൻ്റെ ഉള്ളിലെ അസൂയയുടെ പരിണതഫലമായിട്ട് സാവൂളിന് ഈ സ്ത്രീകൾ ഏറ്റുപാടിയതും മഹത്വപ്പെടുത്തിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല. 8-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000-ങ്ങൾ കൊടുത്തു, എനിക്കോ 1,000-ങ്ങളും. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനായിട്ടുള്ളത്? സമൂഹം മുഴുവനും ദാവീദിനെ മഹത്വപ്പെടുത്തുന്നു, ദാവീദിനെ പുകഴ്ത്തുന്നു. അപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് പറയുകയാണ്, ദാവീദിന് ഇവിടെയുള്ള ജനങ്ങൾ 10,000 കൊടുത്തപ്പോൾ എനിക്ക് 1,000-ആണ് തന്നത്. ഹൃദയത്തിലുണ്ടായിരുന്ന അസൂയയിൽ നിന്നുണ്ടായ മറ്റൊരു തിന്മയാണ് പ്രിയ സഹോദരങ്ങളെ ഇഷ്ടക്കേട്. ആ ഇഷ്ടക്കേടിൽ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടക്കേടിൽ നിന്നും വീണ്ടും അടുത്തതായി ഒന്ന് അസൂയ, അസൂയയിൽ നിന്ന് ഇഷ്ടക്കേടുണ്ടാകുന്നു, ഇഷ്ടക്കേടിൽ നിന്നും അടുത്തതായിട്ടുണ്ടാകുന്നു കോപം. കോപാകുലനായി അവൻ പറയുകയാണ്, ദാവീദിന് 10,000-ങ്ങളെ കൊടുത്തു, എനിക്കോ 1,000-ങ്ങളും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ സമൂഹത്തിലും ഏതെങ്കിലും വ്യക്തികളൊക്കെ കോപിക്കുന്നുണ്ടെങ്കിൽ ആ കോപത്തിൻ്റെ പിന്നിലേക്ക് നമ്മളൊന്ന് ശരിക്കും ഒന്നൊരു വിചിന്തനം നടത്തി, ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഇഷ്ടക്കേടിൻ്റെ പരിണിത ഫലമായിട്ടാണ് കോപിക്കുന്നത്. ഒരു കുടുംബത്തിൽ പിതാവ് കോപിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിന് ഇഷ്ടക്കേടുണ്ടായിട്ടാണ് മക്കളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തും കുടുംബത്തിൽ കോപിക്കുന്നത്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ ഇഷ്ടക്കേടുള്ള അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയയുള്ള വ്യക്തി, അസൂയയിൽ നിന്ന് ഇഷ്ടക്കേടുണ്ടാകും, ഇഷ്ടക്കേടിൽ നിന്ന് കോപമുണ്ടാകും. പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറുടെ മുഖം മാറുകയും കോപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, അസൂയയുണ്ട്, ഇഷ്ടക്കേടുണ്ട്. അതിൻ്റെ പരിണിതഫലമായി മൂന്നാമത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഈ പറയപ്പെട്ട കോപം. നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ഏത് മേഖലകളിലും നോക്കിക്കൂ, ആത്മീയമായ മേഖലകളിലും ആത്മീയമല്ലാത്ത മേഖലകളിലേക്കൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന വലിയൊരു കാര്യമാണ് ഈ പറയപ്പെട്ട ഇഷ്ടക്കേട്. അതുപോലെ തന്നെ ഇഷ്ടക്കേടുണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ച് കോപം. മറ്റൊരുത്തൻ്റെ വളർച്ചയിൽ ഒരാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ പ്രസംഗിക്കുന്ന മറ്റുള്ളവർക്ക് അവൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടില്ല. കാരണം മറ്റവൻ നന്നായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ ഇവിടെ ഇഷ്ടക്കേടുണ്ടാകും. ആ ഇഷ്ടക്കേടുണ്ടായതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മറ്റുള്ളവൻ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ല പ്രസംഗമായിരുന്നു എന്ന് അവനറിയാം. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ അസൂയയുടെ പരിണിത ഫലമായിട്ടാണ് ഇഷ്ടക്കേടുണ്ടാകുന്നത്. പല വ്യക്തികളും ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പാട്ട് പാടുമ്പോൾ, പള്ളിയിലായിക്കോട്ടെ മറ്റേതെങ്കിലും മേഖലയിലായിക്കോട്ടെ ഗാന ശുശ്രൂഷയിലായിക്കോട്ടെ, പാട്ട് പാടുമ്പോൾ ഒരാൾ നന്നായിട്ട് പാടുന്ന 2 പേരുണ്ട്. അതിലൊരാൾ നന്നായിട്ട് പാടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇഷ്ടക്കേടുണ്ടാകും.
ഇഷ്ടക്കേടുണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? അവൾ പാടിയത് അല്ലെങ്കിൽ അവൻ പാടിയത് എന്നെക്കാളും ഇച്ചിരി മെച്ചമാണ്. അസൂയ. അപ്പോൾ ആ അസൂയയുടെ പരിണിതഫലമായിട്ട് ഇഷ്ടക്കേടുണ്ടാകുന്നു. ആ ഇഷ്ടക്കേടിൻ്റെ പരിണിതഫലമായിട്ട് അവരെന്തെങ്കിലും എടുക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം ഇവിടെ എന്തെങ്കിലും മോഹം കറപ്പിക്കും, അല്ലെ കോപിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കോപം പുറത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ പേരിലാണ് അത് അവിടെ കിടന്ന് കറക്കുന്നത്. അപ്പം അങ്ങനെ ആ കോപം പുറത്തേക്ക് വരും. അപ്പം അസൂയയുടെ പരിണിതഫലമായി ഇഷ്ടക്കേടും കോപവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന എൻ്റെ കൂട്ടായ്മയിൽ, ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ സാമൂഹ്യമായ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ എനിക്ക് അസൂയ തോന്നാറുണ്ടോ? കൂട്ടത്തിലുള്ള ഏതെങ്കിലും വ്യക്തി ചെയ്ത ഒരു നല്ല കാര്യത്തെ മറ്റുള്ളവരൊന്ന് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ ആ നല്ല കാര്യത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വിങ്ങലുണ്ടാകാറുണ്ടോ? എൻ്റെ ഹൃദയത്തിലൊരു വിങ്ങലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്നിലുള്ള അസൂയ കൊണ്ടാണ്. എന്നിൽ വിങ്ങൽ ഉണ്ടാകാതെ കൊണ്ട് ആ വ്യക്തിയുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കുകയാണെങ്കിൽ ഈ അസൂയ എന്ന ആ തിന്മയെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൊന്ന് ആത്മപരിശോധന ചെയ്യണം. കുടുംബജീവിതത്തിലും സാമൂഹ്യമായ ജീവിതത്തിലും ഏതെങ്കിലും മേഖലകളിൽ എനിക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഇഷ്ടക്കേടായി മാറും. ആ ഇഷ്ടക്കേടിൻ്റെ നിന്നും കോപമായി പുറത്തേക്ക് വരും. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകരുത്, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സാവൂളിൻ്റെ അസൂയയെക്കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയുന്നു. അസൂയയുടെ പരിണിതഫലമായി ഇഷ്ടക്കേടും, ഇഷ്ടക്കേടിൻ്റെ പരിണിതഫലമായിട്ട് കർത്താവെ കോപവും കടന്നു വരുന്നു എന്ന് സാവൂൾ രാജാവിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. അനുദിന ജീവിതത്തിൽ ഇത് ഞങ്ങളും അനുഭവിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന എല്ലാ തിന്മയുടെ സ്വാധീനവും എടുത്തു മാറ്റി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.